നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പടിഞ്ഞാറൻ ആഫ്രിക്കൻ കടലിൽ വീണ്ടും കപ്പൽ കൊള്ളക്കാർ 20 ഇന്ത്യക്കാരെ ബന്ദികളാക്കിയെന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാർഷൽ ഐലൻഡിന്റെ പതാകയുള്ള ഡ്യൂക്ക് എന്ന ഓയിൽ ടാങ്കർ റാഞ്ചിയ കടൽ കൊള്ളക്കാരാണ് ഇന്ത്യക്കാരായ 20 കപ്പൽ ജീവനക്കാരെ ഇപ്പോൾ ബന്ദികളാക്കിയിരിക്കുന്നത്. ഇവരുടെ മോചനത്തിനായി നൈജീരിയൻ സർക്കാരുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞു. കൊള്ളക്കാർ കപ്പൽ ആക്രമിക്കുകയും കൈക്കലാക്കുകയും ചെയ്തതായി കപ്പലിന്റെ നടത്തിപ്പുകാരായ യൂണിയൻ മാരിടൈം അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പുറം ലോകത്തെ അറിയിച്ചപ്പോഴാണ് 20 ഇന്ത്യക്കാർ ഇത്തരത്തിൽ ബന്ദികളായെന്ന വിവരം എല്ലാവരും അറിയുന്നത്. അധികൃതരുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമം തുടരുകയാണെന്നും കമ്പനി അറിയിച്ചു കഴിഞ്ഞു. ടോഗോ തലസ്ഥാനമായ ലോമിന് 115 കിലോമീറ്റർ തെക്കിഴക്ക് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു കപ്പൽ റാഞ്ചിയെടുത്തത്. ആംഗോളയിൽ നിന്ന് ലോമിലേക്ക് ഇന്ധനവുമായി പോവുകയായിരുന്ന കപ്പലാണ് റാഞ്ചിയത്. കടൽ കൊള്ളക്കാർ കപ്പൽ ആക്രമിക്കുകയും തട്ടിയെടുക്കുകയും ചെയ്തതായി കപ്പലിന്റെ നടത്തിപ്പുകാരനായ യൂണിയൻ മാരിടൈം ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തന്നെ വ്യക്തമായി പറയുന്നു. നൈജീരിയയ്ക്ക് പുറമെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സർക്കാരുമായും ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിൽ വ്യക്തമായി പറയുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ കടലിലും ഗ്രീനിയ എന്ന കടൽ ഇടുക്കിലുമായി അടുത്തിടെ കടൽ കൊള്ളക്കാരുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രാദേശിക സമയം 7-നും 8-നും ഇടയിലാണ് ഇത്തരത്തിൽ കടൽക്കൊള്ളക്കാരുടെ ആക്രമണം നടന്നതായി IAB പൈറസി റിപ്പോർട്ടിംഗ് സെന്ററിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു നൈജീരിയൻ കേഡറ്റ് ഈ കപ്പലിൽ ഉള്ളതായും വിവരങ്ങൾ ലഭിക്കുന്നു. ഈ ആക്രമണത്തിൽ MV ഡ്യൂക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആദ്യം സ്ഥിരീകരിച്ചിരുന്നില്ല. ഇതിൽ 20 ഇന്ത്യൻ പൗരന്മാരും ഒരു നൈജീരിയൻ പൗരനുമുണ്ട് എന്ന് വിവരം ലഭിക്കുന്നു. ഒരു പ്രസ്താവന പ്രകാരം MV ഡ്യൂക്കിന്റെ ഉടമകളും മാനേജ്മെന്റും ബന്ധപ്പെട്ട പ്രാദേശിക അധികാരികളുമായി ചേർന്ന് കപ്പലുമായും മറ്റും ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ക്ഷേമവും സുരക്ഷയുമാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ആശങ്കയേറുന്ന ഒരു വസ്തു എന്നാണ് കപ്പൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാനേജർമാർ ക്രൂ അംഗങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികളെ കുറിച്ച് പൂർണ്ണമായി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ സംഘത്തെ മാത്രം കടൽ കൊള്ളക്കാർ ഒഴിവാക്കിയെന്നും മറ്റൊരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഡിസംബർ 5-നും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. 19 ജീവനക്കാരുള്ള ഫ്രഞ്ച് കമ്പനിയുടെ ഒരു ഓയിൽ ടാങ്കർ ഇത്തരത്തിൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തിരുന്നു. അതിലും ഒരാളൊഴികെ എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ കപ്പൽ കൊള്ളക്കാർ കപ്പൽ ആക്രമിക്കുമ്പോൾ ഇവിടെ ആശങ്കയിലാവുന്നത് ബന്ദികളാക്കിയവരുടെ വീട്ടുകാരും മറ്റ് ജനങ്ങളുമാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.